നീ കഴിച്ചോ? എന്റെ അമ്മ, അയാള് തന്നുവിട്ട ഫുഡ് വായിൽ വെക്കാൻ കൊള്ളത്തില്ല. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ ഇടുന്നത്. ബാക്കിയുള്ളവരുടെ മുന്നിലും ഞാൻ ആകെ നാണം കെട്ടുപോയ അമ്മേ. അയാൾ എനിക്കിട്ട് പണി തന്നതാണോ അമ്മേ? അതോ മൊത്തം ഫുഡും ഇങ്ങനെ തന്നെയാണോ? എന്തായാലും അമ്മയൊന്ന് നോക്കിയിട്ട് പറ. ആ ശരി, നീ ഫോൺ വെച്ചോ, ഞാൻ നിന്നെ വിളിച്ചോളാം. എന്താടോ ഇത്? താൻ എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നേന്ന്? എന്നെ എന്റെ മക്കളെ അപമാനിക്കാൻ വേണ്ടിട്ടാണോ താൻ ഇത്രയും ചെയ്തു വെച്ചേക്കുന്നേ? ആണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു? ഉപ്പും എരിവും കാരണം ഇതൊന്നും വായിൽ വെക്കാൻ പറ്റുന്നില്ല. ഞാനെല്ലാം രുചിച്ചു നോക്കിയതാണല്ലോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഓ, താൻ രുചിച്ചു നോക്കിയെങ്കിലേ തനിക്ക് മാനസികമായിട്ടുള്ള എന്തോ കുഴപ്പമുണ്ട്. ഈ ഭക്ഷണത്തിന് ഉപ്പും എരിവും കൃത്യമാണെന്ന് ഇയാൾക്ക് തോന്നിയെങ്കിലേ ആ തോന്നലിന്റെ പേര് ഭ്രാന്തെന്നാ, വേറൊന്നും പറയാനില്ല. ദാ നോക്കടോ, രുചി നോക്ക്, വാങ്ങ്, കഴിക്കേ. ഇതെങ്ങനെ സംഭവിച്ചു? അടുക്കളയില് കുട്ടിച്ചാത്തം കേറി തോന്നിവാസം കാണിച്ചു വെച്ചിട്ട് എങ്ങനെ സംഭവിച്ചു പോലും. ഓ, ഇത് മുഴുവൻ ഞാനിന്ന് തന്നെ കൊണ്ട് തീറ്റിക്കും. അതാ തനിക്കുള്ള ശിക്ഷ. അമ്മേ, ഇതൊന്നും ആർക്കും കഴിക്കാൻ പറ്റത്തില്ല. എടാ, മനുഷ്യന് കഴിക്കാൻ പറ്റാത്തത് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അത് കഴിക്കുകയും വേണം. കഴിക്കടോ. ഇത് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ താൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങണം. കഴിക്കേ, വേഗം തീരുമാനിക്കേ, തനിക്ക് ഇവിടെ നിൽക്കണോ അതോ പുറത്തു പോണോ എന്ന്. കഴിക്കാൻ. കഴിക്കങ്ങോട്ട്. കഴിക്കേ, മുഴുവനും കഴിക്കേ. ഏയ്, അവിടെ വയ്ക്ക. അത് മുഴുവൻ കഴിച്ചിട്ട് മതി വെള്ളം കുടിക്കാൻ. കഴിക്കേ. എന്റെ മക്കള് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി നീ പാട്ടിലാക്കെന്ന് വിചാരിച്ചു ആണോ? നടക്കില്ല ശേഖര, തന്റെ അടവൊന്നും ഈ സുശീലയുടെ അടുത്ത് നടക്കില്ല. ജീവൻ വേണമെങ്കിലേ നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു വയ്ക്കോ. അതല്ല കടിച്ചു തൂങ്ങി നിൽക്കാനാണ് ഭാവമെങ്കിൽ ദേ താൻ ഇവിടെ കിടന്ന് നരകിക്കേണ്ടി വരും. ഓർത്തോ, സുശീലയാ പറയുന്നേ.
ഏട്ടന് തോന്നുന്നുണ്ടോ എന്തായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ചെറിയ ടേസ്റ്റ് വ്യത്യാസമൊക്കെ സംഭവിക്കാം. അല്ലാതെ ഇന്നലെ വരെ നന്നായി ആഹാരം ഉണ്ടാക്കിയ ആൾക്ക് ഇന്നിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? സ്വബോധമുള്ള ആർക്കും ഇങ്ങനെ ഒരു തെറ്റ് പറ്റില്ല. അബദ്ധം പറ്റുകയാണെന്ന് പറയാനും പറ്റില്ല. ഒരാൾക്ക് ഒരബദ്ധമല്ലേ പറ്റൂ, ഇങ്ങനെ മൊത്തത്തിൽ അബദ്ധം പറ്റുമോ? അമ്മ പറഞ്ഞ പോലെ അയാൾക്ക് ഇനി വല്ല മാനസിക പ്രശ്നം ഉണ്ടാവുമോ? അതെടാ, ഇതൊരു മാനസിക രോഗം തന്നെ ആവാനാണ് സാധ്യത.